നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. വടകരയിൽ ഷാഫി പറമ്പിൽ MP-യെ വഴി തടഞ്ഞതിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. നായ്ക്കനാൽ ജംഗ്ഷനിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വിവാദങ്ങൾക്കൊടുവിൽ കടവല്ലൂർ കല്ലുംപുറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിൽ ഓണാഘോഷം വിപുലമായി നടത്തി. പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസിന്റെയും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരുടെയും കാവലിലാണ് ഓണാഘോഷം നടന്നത്. സീറോ മലബാർ സഭയിൽ 4 പുതിയ അതിരൂപതകൾ കൂടി നിലവിൽ വന്നു. കല്യാൺ രൂപത ആർച്ച് ബിഷപ്പായി മാർ സെബാസ്റ്റ്യൻ വാണിയംപുരയ്ക്കലിനെ നിയമിച്ചു. തൊട്ടതെല്ലാം പൊന്നാക്കിയ പ്രസ്ഥാനമാണ് കുടുംബശ്രീയെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ തലവര മാറ്റിവരയ്ക്കാൻ കഴിയുമെന്ന് കൂട്ടായ്മയിലൂടെ തെളിയിച്ച പ്രസ്ഥാനമാണ് കുടുംബശ്രീയെന്നും മന്ത്രി. പഴയന്നൂർ കോടത്തൂരിൽ സിഡ്കോ ഇൻഡസ്ട്രിയൽ വ്യവസായ പാർക്കിലെ എക്സൽ എർത്തിങ്സ് കമ്പനിയിൽ വൻ അഗ്നിബാധ. 3 മാസം മുമ്പ് കോടികൾ മുടക്കി നവീകരിച്ച യൂണിറ്റിലാണ് തീപിടുത്തമുണ്ടായത്. കാർഷിക സമൃദ്ധി വിളിച്ചോതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലംനിറ ആഘോഷിച്ചു. പൂജിച്ച നെൽക്കതിരുകൾ ഏറ്റുവാങ്ങാൻ ആയിരങ്ങളെത്തി. ഭക്തജനത്തിരക്കിലമർന്ന ഗുരുവായൂർ. വാർത്തകൾ വിശദമായി. വടകരയിൽ ഷാഫി പറമ്പിൽ MP-യെ DYFI പ്രവർത്തകർ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. CPM ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പ്രവർത്തകർ സ്വരാജ് റൌണ്ടിൽ കുത്തിയിരുന്ന് ഗതാഗതം സ്തംഭിപ്പിച്ചു. DCC ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് DCC ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ്, സെക്രട്ടറി C പ്രമോദ്, ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ, ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിനിടെ സ്വരാജ് റൌണ്ടിൽ വെച്ച് പ്രവർത്തകർ CPM ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കാൻ തുടങ്ങിയതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. നായ്ക്കനാലിൽ സ്ഥാപിച്ചിരുന്ന ദേശാഭിമാനി വാർഷിക സമ്മേളന ബോർഡ് നശിപ്പിക്കുന്നത് പോലീസ് തടയാൻ ശ്രമിച്ചപ്പോൾ നേതാക്കളും പ്രവർത്തകരും നടു റോഡിൽ കുത്തിയിരുന്നു. ഇത് അല്പനേരത്തേക്ക് ഗതാഗതം സ്തംഭിപ്പിച്ചു. തുടർന്ന് പോലീസ് വഴി തടഞ്ഞ നേതാക്കളെയും പ്രവർത്തകരെയും ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. വാഹനത്തിലേക്ക് പ്രവർത്തകരെ നീക്കുന്നതിനിടെയും പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തിയെങ്കിലും പോലീസ് സംയമനം പാലിക്കുകയായിരുന്നു. മാർച്ചിന്റെ പശ്ചാത്തലത്തിൽ ടൗൺ ഈസ്റ്റ് പോലീസ് വൻ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു. TCV തൃശൂർ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി കോൺഗ്രസിന്റെ കത്ത് കിട്ടിയിട്ടില്ലെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുലിനെ പുറത്താക്കിയതായി രേഖാമൂലമോ വാക്കാലോ കോൺഗ്രസ് അറിയിച്ചിട്ടില്ല. അറിയിപ്പ് ലഭിച്ചാൽ അനുബന്ധ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ നിയമസഭയിൽ അവധി അപേക്ഷ നൽകിയിട്ടില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി. ജനപ്രതിനിധികൾ മാന്യമായി പെരുമാറണമെന്നും അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവാദങ്ങൾക്കൊടുവിൽ കടവല്ലൂർ കല്ലുംപുറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിൽ ഓണാഘോഷം വിപുലമായി നടത്തി. പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസ് കാവലിലാണ് സ്കൂളിൽ ഓണാഘോഷം നടന്നത്. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും ക്യാമ്പ് ചെയ്തു. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഓണപ്പൂക്കളം ഒരുക്കുകയും വിവിധ ഓണക്കളികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഓണസദ്യയും വിളമ്പി. ഓണാഘോഷം ഹിന്ദു ആചാരമാണെന്നും ഇതര മതസ്ഥർ പങ്കെടുക്കരുതെന്നുമുള്ള അധ്യാപികമാരുടെ വാട്സ്ആപ്പ് സന്ദേശം പുറത്തുവന്നത് വൻ വിവാദത്തിനിടയാക്കിയിരുന്നു. തുടർന്ന് DYFI പ്രവർത്തകർ നൽകിയ പരാതിയിൽ അധ്യാപികയ്ക്കെതിരെ കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സംഭവത്തിൽ DYFI, BJP, KSU, AIYF പ്രവർത്തകർ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി സംസ്ഥാന വിദ്യാഭ്യാസ ഡയറക്ടർക്കും തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിരുന്നു. സംഭവത്തിൽ 2 അധ്യാപികമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. TCV ന്യൂസ്, കുന്നംകുളം. സീറോ മലബാർ സഭയിൽ 4 പുതിയ അതിരൂപതകൾ കൂടി നിലവിൽ വന്നു. ഫരീദാബാദ്, ഉജ്ജയിൻ, കല്യാൺ, ശംഷാബാദ് രൂപതകളെയാണ് അതിരൂപതകളാക്കി ഉയർത്തിയത്. അദിലാബാദ്, ബൽത്തങ്ങാടി, കല്യാൺ രൂപതകളിൽ പുതിയ മെത്രാൻമാരെയും നിയമിച്ചു. കല്യാൺ രൂപത ആർച്ച് ബിഷപ്പായി മാർ സെബാസ്റ്റ്യൻ വാണിയംപുരയ്ക്കലിനെയും ബൽത്തങ്ങാടി രൂപത മെത്രാനായി ഫാദർ ജെയിംസ് പാട്ടേറിനെയും അദിലാബാദ് രൂപത മെത്രാനായി ഫാദർ ജോസഫ് തച്ചാപ്പറമ്പത്തിനെയും നിയമിച്ചു. 12 രൂപതകളുടെ അതിർത്തികൾ പുനർനിർണയിച്ചതായും സഭാ നേതൃത്വം അറിയിച്ചു.
തൊട്ടതെല്ലാം പൊന്നാക്കിയ പ്രസ്ഥാനമാണ് കുടുംബശ്രീയെന്നും കുടുംബശ്രീക്ക് ജനങ്ങൾക്കിടയിലും വിശ്വാസ്യതയുണ്ടെന്നും സർക്കാരിന് കുടുംബശ്രീയിൽ വിശ്വാസമുണ്ടെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. കുടുംബശ്രീ മിഷൻ സംസ്ഥാനതല ഓണം വിപണനമേള തൃശൂർ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുടുംബശ്രീ പുതിയ മേഖലകൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ കടന്നുചെല്ലാത്ത മേഖലകളില്ല. കുടുംബശ്രീ വേരുപിടിച്ചത് അതിന് അനുയോജ്യമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലായതുകൊണ്ടാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ തലവര മാറ്റിവരയ്ക്കാൻ കഴിയുമെന്ന കൂട്ടായ്മയിലൂടെ തെളിയിച്ച പ്രസ്ഥാനമാണ് കുടുംബശ്രീയെന്നും മന്ത്രി പറഞ്ഞു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. K രാധാകൃഷ്ണൻ MP, MLA മാരായ സേവ്യർ ചിറ്റിലപ്പള്ളി, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ U സലിൽ, തൃശൂർ കോർപ്പറേഷൻ CDS ചെയർപേഴ്സൺ സത്യഭാമ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. 8 ദിവസങ്ങളിലായി നടക്കുന്ന വിപണനമേള സെപ്റ്റംബർ 4-ന് സമാപിക്കും. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. തിരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. പഴയന്നൂർ കോടത്തൂരിലെ സിഡ്കോ ഇൻഡസ്ട്രിയൽ വ്യവസായ പാർക്കിലെ എക്സൽ എർത്തിങ്സ് കമ്പനിയിൽ വൻ അഗ്നിബാധ. സമീപത്തെ ടർഫ് കോർട്ടിൽ കളിച്ചുകൊണ്ടിരുന്നവരാണ് തീപിടുത്തം ആദ്യം കണ്ടത്. ജീവനക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്ന് അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത്. ഷിഫ്റ്റ് തുടങ്ങുന്നതിന് മുമ്പായതിനാൽ തീപിടുത്തത്തിൽ ആർക്കും പരിക്കില്ല. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 3 മാസം മുമ്പ് കോടികൾ മുടക്കി നവീകരിച്ച യൂണിറ്റിലാണ് തീപിടുത്തമുണ്ടായത്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. കാർഷിക സമൃദ്ധി വിളിച്ചോതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. പൂജിച്ച നെൽക്കതിറുകൾ ഏറ്റുവാങ്ങാൻ ആയിരങ്ങളെത്തി. ക്ഷേത്രത്തിന് പുറത്ത് ഒരുക്കിവെച്ചിരുന്ന കതിർക്കറ്റകൾ പാരമ്പര്യാവകാശികളായ അഴീക്കൽ, മനയം കുടുംബങ്ങളിൽ നിന്നുള്ളവർ തലയിലേറ്റി കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിന് മുന്നിൽ അരിമാവണിഞ്ഞ നാക്കിലയിൽ സമർപ്പിച്ചു. കീഴ്ശാന്തി തേലംപറ്റ നാരായണൻ നമ്പൂതിരി തീർത്ഥം തളിച്ച് കതിർക്കറ്റകൾ ശുദ്ധിവരുത്തി. ഓട്ടുരുളിൽ സമർപ്പിച്ച ആദ്യ കതിർക്കറ്റ കീഴ്ശാന്തി മനു മാധവൻ നമ്പൂതിരി ശിരസിലേറ്റി. കുത്തുവിളക്കുമായി പാരമ്പര്യാവകാശി പുതിയേടത്ത് ആനന്ദൻ അകമ്പടിയായി. ബാക്കിയുള്ള 2000-ഓളം കതിർക്കറ്റകൾ 13 കീഴ്ശാന്തി ഇല്ലങ്ങളിലെ നമ്പൂതിരിമാർ ശിരസിലേറ്റി നിരനിരയായി ക്ഷേത്രപ്രദക്ഷിണം ചെയ്ത് കൊടിമരച്ചൂട്ടിലെത്തിച്ചു. തന്ത്രിമാരായ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി കവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരി കതിർക്കറ്റകളിൽ ലക്ഷ്മി പൂജ നടത്തി. ഒരു കതിർക്കറ്റ ഉരുളിയിലാക്കി ശിരസിലേറ്റി ശ്രീകോവിലിനുള്ളിൽ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു. കതിർക്കറ്റകൾ പട്ടിൽ പൊതിഞ്ഞ് ഉപദേവന്മാരുടെ ശ്രീകോവിലുകളിലും നിറ നടത്തി. പൂജിച്ച നെൽക്കതിരുകൾ പിന്നീട് ഭക്തർക്ക് വിതരണം ചെയ്തു. ക്ഷേത്രത്തിന് പുറത്ത് നാഴികമണിക്ക് മുന്നിലായി പ്രത്യേകം വരി സംവിധാനം ഒരുക്കിയാണ് കതിരുകൾ വിതരണം ചെയ്തത്. ഇല്ലം നിറയുടെ തുടർച്ചയായുള്ള തൃപ്പുത്തരി ചൊവ്വാഴ്ച നടക്കും. TCV ന്യൂസ്, ഗുരുവായൂർ. ഭക്തജന തിരക്കിലമർന്ന ഗുരുവായൂർ. ഗതാഗതക്കുരുക്കും ചികിത്സാ സൗകര്യക്കുറവും ഗൃഹനാഥന്റെ ജീവനെടുത്തു. ഇല്ലം നിറയായതിനാൽ വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്.
വിവാഹ സംഘങ്ങൾ കൂടിയായതോടെ ക്ഷേത്രനടയിൽ നിന്ന് തിരിയാൻ കഴിയാത്ത അവസ്ഥയായി. 161 വിവാഹങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ നടന്നത്. ഇന്നർ ഔട്ടർ റിംഗ് റോഡുകൾ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിലമർന്നു. ബൈക്കുകളെ പോലും കടത്തിവിടാതെ വൺ വേ സംവിധാനം പോലീസ് കർശനമാക്കി. വാഹന പട്രോളിങ്ങിന് പുറമെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം പോലീസിനെ നിയോഗിച്ചു. എന്നിട്ടും ഗതാഗതം സുഗമമായില്ല. പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തതിനാൽ വാഹനങ്ങൾ റോഡരികിൽ ഇടുന്നതും ഗതാഗത കുരുക്കിന് ഇടയാകുന്നുണ്ട്. പാലക്കാട് സ്വദേശിയായ വാഹന ഡ്രൈവർ മണികണ്ഠൻ വ്യാഴാഴ്ച രാവിലെ കുഴഞ്ഞു വീണപ്പോൾ ആശുപത്രിയിൽ എത്തിക്കുന്നത് വൈകാൻ ഗതാഗത കുരുക്ക് കാരണമായി. കിഴക്കേ നടയിലെ കൗസ്തുഭം ഗസ്റ്റ് ഹൌസിന് മുമ്പിൽ നിന്ന് 200 മീറ്റർ മാത്രം അകലെയുള്ള ദേവസ്വം ആശുപത്രിയിലെത്താൻ പോലീസ് വഴിയൊരുക്കിയിട്ടും ആംബുലൻസിന് 10 മിനിറ്റ് വേണ്ടി വന്നു. തിരക്കുള്ള ദിവസങ്ങളിൽ ദർശനത്തിന് വരിയിൽ നിൽക്കുന്നവർ കുഴഞ്ഞു വീഴുന്നതും പതിവാണ്. TCV ഗുരുവായൂർ. തന്റെ രാജ്യസഭാ അംഗത്വത്തെ ചോദ്യം ചെയ്ത് ഡൽഹി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാകാമെന്ന് സംശയിക്കുന്നതായും അത് രാഷ്ട്രപതിയെപ്പോലെ ഭരണഘടനാ പദവി വഹിക്കുന്നവരോടും ഭരണഘടനയോടുമുള്ള അവഗണനയാണെന്നും രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ പൊതുജീവിതത്തിൽ 4 നൂറ്റാണ്ട് കാലം ചിലവഴിച്ചത് തൃശൂരിലാണ്. പുതിയ ദൌത്യവുമായി തൃശൂരിലേക്ക് വീണ്ടും മടങ്ങിയെത്തുമ്പോൾ തറവാട്ടിലേക്ക് വന്ന പ്രതീതിയാണെന്നും MP പറഞ്ഞു. ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് വരുന്നൊരു പ്രതീതിയാണ്. എൻ്റെ പൊതുജീവിതത്തിൽ ഏതാണ്ട് 4 നൂറ്റാണ്ട് കാലം ചെലവഴിച്ചത് തൃശ്ശൂരിലാണ്. 25 വർഷക്കാലം തൃശ്ശൂരിലുണ്ടായിരുന്നു. മുഴുവൻ നമ്മുടെ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങളുമായി സഹകരിച്ചതും അങ്ങനെ ഒരു വികാസം സംഭവിച്ചതും തൃശ്ശൂരിലാണ്. അതുകൊണ്ട് ആ നിലയ്ക്ക് തന്നെ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ എന്നൊന്നില്ലാത്തൊരു ഊർജ്ജം എന്നിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ആരോ സൂചിപ്പിച്ചു, എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. ഒരുപക്ഷെ കേസില്ല വക്കീലന്മാർ ഇങ്ങനെയുള്ള ചില വിക്രിയകളൊക്കെ തമാശകളൊക്കെ ഒപ്പിക്കും, അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. CPM അക്രമ രാഷ്ട്രീയത്തിന്റെ ജീവിച്ചിരിക്കുന്ന പ്രതീകമാണ് സദാനന്ദൻ മാസ്റ്ററെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ പറഞ്ഞു. രാജ്യസഭാ MPയായ സദാനന്ദന് BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണ പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന തീരുമാനമാണ് അദ്ദേഹത്തിന്റെ MP സ്ഥാനമെന്നും CK പത്മനാഭൻ പറഞ്ഞു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ശോഭ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് അനീഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ, മേഖലാ പ്രസിഡന്റ് A നാഗേഷ്, ആശാ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ നഗരത്തിൽ വൻ ലഹരിവേട്ട. ദമ്പതികളടക്കം 3 പേരെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും വെസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടി. എറണാകുളം സ്വദേശി ആഷിഖ്, പത്തനാപുരം സ്വദേശിനി ഷഹാന, മാള സ്വദേശിനി ഹരിത എന്നിവരാണ് അറസ്റ്റിലായത്. ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ മയക്കുമരുന്ന് വാങ്ങി തൃശൂരിൽ വിതരണത്തിനെത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് പ്രതികളെ പിടികൂടിയത്. തൃശൂർ കാട്ടൂക്കാരൻ റോഡിൽ വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ സാമൂഹ്യവിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചു. പള്ളിപ്പുറം വീട്ടിൽ ഡേവിഡ് അനിലിന്റെ ഓട്ടോറിക്ഷയാണ് കത്തി നശിച്ചത്. തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂരിൽ വിവാഹ സംഘമെത്തിയ വാഹനത്തിന്റെ ഡ്രൈവർ കുഴഞ്ഞു വീണു മരിച്ചു. പാലക്കാട് തേൻകുറിശി മാനാംകുളമ്പ് ഹരിശ്രീയിൽ 58 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പാലക്കാട് നിന്നുള്ള സംഘം ഗുരുവായൂരിലെത്തിയത്. രാവിലെ 7:30 താലികെട്ട് കഴിഞ്ഞ് വിവാഹസംഘം വാഹനത്തിനായി ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതിനിടെ കിഴക്കേ നടയിൽ കൗസ്തുഭം ഗസ്റ്റ് ഹൌസിന് സമീപം റോഡിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. നഗരസഭയുടെ ആംബുലൻസിൽ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭിന്നശേഷി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടന സക്ഷമയുടെ ജില്ലാ സമ്മേളനം തൃശൂരിൽ ചലച്ചിത്രതാരം ശ്രുതി ജയൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം പ്രസിഡന്റ് രവീന്ദ്രനാഥ് മേനോൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ EN സൂരജ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് P സുന്ദരൻ, KS പത്മനാഭൻ, HEF പ്രസിഡന്റ് സുരേഷ് ചേറോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവർക്കും ശ്രീമതി ശ്രുതി ജയൻ അതിന്റെ വിതരണം ഇന്നാണ് നമുക്ക് നടത്തുന്നത്. തൃശൂർ ജില്ലയുടെ പ്രസിഡന്റുമായിട്ടുള്ള തൃശൂരിൽ അറിയപ്പെടുന്ന ചെയ്യുന്ന ആക്ട് തന്നെ വന്നു. അതിന് മുൻപ് തന്നെ ഫോം ചെയ്യാൻ സാധിക്കുകയുണ്ടായി. ചെറിയ കാര്യങ്ങൾ തന്നെ നമ്മൾക്ക് എടുത്താൽ മതി. ഇന്നിപ്പോൾ ശുചിമുറികൾ ഭിന്നശേഷി സൗഹൃദങ്ങളെല്ലാം തൊഴിൽ നമ്മൾക്ക് അതിന് സത്വര ശ്രദ്ധ ഗവൺമെന്റിന്റെയും അതേപോലെ കുട്ടിയായിരുന്നു മരിച്ചു 2013 മരിച്ചാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇടവേള.
വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. TCBയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCB ചാനലിലൂടെ. TCB ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCBയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCB ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCB പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCBയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCBക്കൊപ്പം. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഫൺ വിത്ത് മാവേലി നോം എത്തിയിരിക്കുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി. 15 കൊല്ലമായി നമ്പൂരിച്ച ഒരു സർവീസിലിരിക്കാൻ വേണ്ടിട്ട് പ്രീതി എങ്ങനെയാണോ ചോദ്യം ചെയ്യുന്നത്? ഒന്നാവുക ചെയ്ത് 3 കുട്ടികളുടെ അത്രേ ഉള്ളൂ. അത്തം മുതൽ ഉത്രാടം വരെ രാത്രി 7:30, പുനഃസംരക്ഷണം രാത്രി 10:30, ഉച്ചയ്ക്ക് 12 മണിക്കും. മനസ്സാകി നിലാവ് ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. തെയ്താരോ തെയ്യം താരാ. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിച്ചത് മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഇനി ഓണവിശേഷങ്ങളുമായി ഓണം പൊന്നോണം. മലയാളികൾക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യയുണ്ണാൻ അതിർത്തി കടന്ന് പച്ചക്കറികൾ വ്യാപകമായി എത്തിത്തുടങ്ങി. വരും ദിവസങ്ങളിൽ പച്ചക്കറി വിപണി കൂടുതൽ സജീവമാകുമെന്ന് വ്യാപാരികൾ പറയുന്നു. ഓണവിപണി ലക്ഷ്യമിട്ടുള്ള ഇതര സംസ്ഥാനങ്ങളിലെ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് തുടങ്ങിയതോടെ മലയാളികളുടെ തീന്മേശയെ സജീവമാക്കുന്ന പച്ചക്കറികൾ വ്യാപകമായി കേരളത്തിലേക്ക് എത്തിത്തുടങ്ങി. പച്ചക്കറികൾ കൂടുതലായി എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഊട്ടി, മേട്ടുപ്പാളയം, കോയമ്പത്തൂർ, പൊള്ളാച്ചി, ഈറോഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് തൃശൂരിലേക്ക് കൂടുതലായി പച്ചക്കറികൾ എത്തുന്നത്. ഇത്തവണ ഓണം പ്രമാണിച്ച് ഇതുവരെയും പച്ചക്കറികൾക്ക് വലിയ വിലവർധന ഉണ്ടായിട്ടില്ല. ഇഞ്ചിക്ക് മാത്രമാണ് അല്പം വില കൂടി നിൽക്കുന്നത്. വരും ദിവസങ്ങളിൽ പച്ചക്കറികളുടെ വരവ് കൂടും. വിലയിലും വർധന ഉണ്ടായേക്കാമെന്ന് ശക്തനിലെ ചെറുകിട വ്യാപാരിയായ മാടക്കത്ര സ്വദേശി സതീഷ് പറയുന്നു. ഓണത്തോടനുബന്ധിച്ച് ഇഷ്ടംപോലെ പച്ചക്കറികളൊക്കെ വരുന്നുണ്ട്. പിന്നെ വില അതേമാതിരി തന്നെ കൂടുതലൊന്നുമില്ല. അപ്പൊ അടുത്ത ആഴ്ച അങ്ങനെ ചെറിയൊരു വ്യത്യാസം വന്നങ്ങളല്ലോ. പിന്നെ നമുക്കിവിടെ ചേലക്കര, വടക്കാഞ്ചേരി അവിടെ നിന്നൊക്കെ സാധനങ്ങൾ വരുന്നുണ്ട്. പിന്നെ തമിഴ്നാട്, കോയമ്പത്തൂര്, പൊള്ളാച്ചി, പിന്നെ അങ്ങനെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഈ ആഴ്ചയിൽ ഇപ്പോൾ വേറെ വലിയ വില മാറ്റമൊന്നും വന്നിട്ടില്ല. അടുത്ത ആഴ്ചയിലെങ്ങാനും ചിലപ്പോൾ ഒരു ഓണത്തിൻ്റെതായ കാരണം ചെറിയൊരു വ്യത്യാസം വരാമെന്ന് മാത്രം. പച്ചക്കറിക്ക് ക്ഷാമമില്ലേ, പച്ചക്കറിക്കായാലും കായ്ക്കായാലും ക്ഷാമമില്ല, ഇഷ്ടംപോലെ വരുന്നുണ്ട്. എന്തായാലും ഇത്തവണ മലയാളികൾക്ക് ഓണസദ്യ ഉണ്ണാൻ അതിർത്തി കടന്നെത്തുന്ന പച്ചക്കറികളോടൊപ്പം നമ്മുടെ നാട്ടിൽ നിന്നുള്ള പച്ചക്കറികളും വലിയ വിലക്കയറ്റമില്ലാതെ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ. TCB ന്യൂസ്, തൃശൂർ. ഓണപ്പൂക്കളങ്ങൾക്ക് രാജകീയ പ്രൗഢിയേകുന്ന കിരീടം പൂവ് ഗതകാല സ്മരണയാകുന്നു.
നഗരവൽക്കരണവും പുതുമ തേടലുമാണ് ഈ പൂവിനെ മലയാളി മുറ്റങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാക്കിയത്. പരമ്പരാഗതമായി ഓണപ്പൂക്കളങ്ങളിൽ ഉപയോഗിച്ചിരുന്നതും ഓണവുമായി അടുത്ത ബന്ധമുള്ളതുമാണ് കിരീടം പൂവ്. ശ്രീകൃഷ്ണന്റെ കിരീടത്തോട് സാദൃശ്യമുള്ളതിനാൽ കൃഷ്ണകിരീടമെന്നും ചിലയിടങ്ങളിൽ ഹനുമാൻ കിരീടമെന്നും ഈ പൂവ് അറിയപ്പെടാറുണ്ട്. ഓണത്തപ്പനെ അലങ്കരിക്കാനും പൂക്കളമിടാനും കിരീടം പൂവ് ഉപയോഗിക്കും. തൃക്കാക്കരയപ്പന് മുകളിലാണ് കിരീടം പൂവിന്റെ സ്ഥാനം. പൂക്കളങ്ങൾക്ക് പ്രത്യേക രൂപഭംഗി നൽകുന്നതിനും അരികുകളിൽ അതിർവരമ്പിനും അനുയോജ്യമാണ്. എന്നാൽ ഇന്ന് തുമ്പയും മുക്കുറ്റിയും പോലെ കൃഷ്ണകിരീടവും ഓണപ്പൂക്കളങ്ങളിൽ കാണാനില്ലെന്ന് വീട്ടമ്മമാർ പറയുന്നു. കൃഷ്ണകിരീടം എന്ന് പറയുന്ന സാധനം ഇപ്പോ എവിടെയോ കാട് പ്രദേശത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ വീടുകളിലൊന്നും കൃഷ്ണകിരീടം കാണുന്നില്ല, മുക്കുറ്റി കാണുന്നില്ല, തുമ്പ കാണുന്നില്ല. തുമ്പയൊക്കെ നാശമായി പോയി തോന്നുന്നുണ്ട്, ഒക്കെ വംശനാശം വന്നു തോന്നുന്നു. അത് നമ്മുടെ കളത്തിൽ കാണുമ്പോൾ തന്നെ മറ്റേ നാടൻ പൂക്കൾ കാണുന്ന ഒരു പ്രത്യേകത അത് വേറെ തന്നെയാണ്. ഇപ്പോ എന്ന് പറയുന്ന ഈ നാടൻ പൂക്കൾ കാണാൻ കിട്ടാനേ ഇല്ല. അലങ്കാര സസ്യമായി വളർത്താറുണ്ടെങ്കിലും ഇന്നിവ പ്രധാനമായും കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ചുവപ്പ് കലർന്ന ഓറഞ്ച്, പിങ്ക് നിറങ്ങൾ പൂക്കളെ ആകർഷകമാക്കുന്നു. ആകൃതി കൊണ്ടും ഭംഗി കൊണ്ടും രാജാവായ ഇവൻ പൂക്കളങ്ങളിൽ നിന്ന് പടിക്ക് പുറത്തായി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കളുടെ വരവ് ഇതിനാക്കം കൂട്ടി. TCV ന്യൂസ്, ഗുരുവായൂർ. ഓണമെത്തിയതോടെ മാള പൂപ്പത്തിയിലെ പപ്പട നിർമ്മാണ കേന്ദ്രങ്ങളിൽ പ്രതീക്ഷയുടെ നാമ്പുകൾ. വെളിച്ചെണ്ണ വില ഉയർന്നതോടെ കിതച്ചുനിന്ന പപ്പട നിർമ്മാണ മേഖല ഓണം അടുത്തതോടെ കുതിപ്പിലാണ്. വെളിച്ചെണ്ണ വില അതിവേഗം കയറിയതോടെ മാസങ്ങളായി പപ്പട നിർമ്മാണവും കച്ചവടവും മോശം അവസ്ഥയിലായിരുന്നു. കച്ചവടം കുറഞ്ഞതോടെ നിർമ്മാണവും കുറച്ചു. പല കേന്ദ്രങ്ങളിലും ആഴ്ചയിൽ 1-2 ദിവസം മാത്രമാണ് പപ്പടം ഉണ്ടാക്കിയിരുന്നത്. ഓണം അടുത്തതോടെ വീണ്ടും സജീവമായിരിക്കുകയാണ് ഈ മേഖല. മാളയിലെ പ്രധാന പപ്പട നിർമ്മാണ കേന്ദ്രമാണ് പൂപ്പത്തി. യന്ത്രം ഉപയോഗിച്ച് വൻതോതിൽ പപ്പടം ഉണ്ടാക്കാനുള്ള സൗകര്യവും പൂപ്പത്തിയിലുണ്ട്. സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിലാണ് ഇവിടുത്തെ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത്. സാധാരണ ദിവസങ്ങളിൽ ഒരു 100 കിലോ പപ്പടം വെച്ച ദിവസം പണിയാൻ പറ്റും. കാരണം 2 ചാക്ക് മാവിനെടുത്ത് പണിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആ സമയത്ത് പണിയില്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഒരു പണി ആഴ്ചയിൽ 2 ദിവസമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെ വില വർധനവ് പപ്പട നിർമ്മാണ തൊഴിലാളികൾ മൊത്തത്തിൽ ശരിയായിട്ട് ബാധിച്ചിട്ടുണ്ട്. വളരെ ദോഷമായിട്ട് ആഴ്ചയിൽ 2 ദിവസത്തിൽ കൂടുതൽ ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റില്ല. വെളിച്ചെണ്ണ പരിപാടിയാണ് ഇഷ്ടം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആകെ ഒരു പ്രതീക്ഷ ഈ ഓണം. ആ ഓണത്തിലും കച്ചവടം വളരെ കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നീങ്ങുന്നത്. ഇനി ഓണസദ്യയുടെ ദിവസങ്ങളായതോടെ പപ്പടത്തിന് ആവശ്യക്കാർ ഏറിയിട്ടുണ്ട്. 4 വർഷമായി പപ്പടത്തിന്റെ വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല. നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വിലയിൽ കാര്യമായ മാറ്റമില്ലാത്തതിനാലാണ് പപ്പട മേഖല പിടിച്ചു നിൽക്കുന്നത്. TCV മാള. ഓൺലൈൻ ജോലി ചെയ്ത് ദിവസേന 1350 മുതൽ 4600 രൂപ വരെ വരുമാനമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് 10 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ കണ്ണൂം സ്വദേശി അവിനാഷാണ് പിടിയിലായത്. കുറ്റിച്ചിറ സ്വദേശിയാണ് തട്ടിപ്പിനിരയായത്. വിരമിച്ച മാധ്യമപ്രവർത്തകരുടെ പ്രതിമാസ പെൻഷൻ 15,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ കുന്നമ്പത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അലക്സാണ്ടർ സാം, ജനറൽ സെക്രട്ടറി KP വിജയകുമാർ, സംസ്ഥാന സെക്രട്ടറിമാരായ ഫ്രാങ്കോ ലൂയിസ്, ഹസൻ കോയ തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകരായിരുന്ന AK വിജയൻ, വാസുദേവൻ അന്തിക്കാട്, സക്കീർ ഹുസൈൻ എന്നിവരെ യോഗം അനുസ്മരിച്ചു. പത്രപ്രവർത്തകനായി തുടങ്ങി പ്രമുഖ വ്യവസായിയായി വളർന്ന KP മനോജ് കുമാറിനെയും വിവിധ പുരസ്കാര ജേതാക്കളെയും സമ്മേളനം ആദരിച്ചു. സൗഹൃദത്തിലൂന്നിയ ആരോഗ്യം ശീലമാക്കിയ ഒരു പ്രഭാത കൂട്ടായ്മയെ പരിചയപ്പെടാം. പ്രതികൂല കാലാവസ്ഥയൊന്നും കൂസാതെ എല്ലാ ദിവസവും ഇവർ ഒത്തുകൂടുന്നു. കൊടുങ്ങല്ലൂരിലെ എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന
സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ക്ലബിൽ 50-ലധികം അംഗങ്ങളുണ്ട്. വർഷങ്ങളായി സ്കൂൾ ഗ്രൗണ്ടിൽ വ്യായാമം ചെയ്തിരുന്നവർ 2 വർഷം മുൻപാണ് ക്ലബ്ബ് രൂപീകരിച്ചത്. സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ ക്ലബ്ബിൽ അംഗങ്ങളാണ്. ദേശീയ സംസ്ഥാന കായിക താരമായ സതീഷ് ബാബുവാണ് പരിശീലകൻ. ആരോഗ്യ സംരക്ഷണത്തിന് പുറമെ സാമൂഹ്യ സേവനവും കൂട്ടായ്മ ലക്ഷ്യമിടുന്നു. ലഹരിക്കെതിരെയുള്ള കൂട്ടയോട്ടം ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾ ക്ലബ്ബ് നടത്തിവരുന്നുണ്ട്. കായിക വിനോദമാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ആഗസ്റ്റ് 15-നും അതിൻ്റെ ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. അപ്പോൾ കായിക വിനോദമാണ് ലഹരി എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഇനിയും നവംബർ മാസത്തിലെ ഒരു ഓൾ കേരള ബേസിൽ ഒരു മാരത്തോൺ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ബുധനാഴ്ചകളിൽ പ്രത്യേക യൂണിഫോം ധരിച്ചാണ് ക്ലബ്ബ് അംഗങ്ങൾ ഗ്രൗണ്ടിലെത്തുക. അംഗങ്ങളിൽ പലരും വിവിധ കായിക മത്സരങ്ങളിൽ പങ്കാളികളാകാറുണ്ട്. ക്ലബ്ബ് അംഗവും വിദ്യാർത്ഥിനിയുമായ സോന ജില്ലാതല മത്സരങ്ങളിൽ വിജയിയാണ്. ക്ലബ്ബ് പ്രസിഡന്റും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ EV രമേശൻ, സെക്രട്ടറി അമാനു റഹ്മാൻ, ട്രഷറർ സുനിൽ കുമാർ എന്നിവരാണ് നേതൃതലത്തിലുള്ളത്. സംസ്ഥാന തലത്തിൽ മാരത്തോൺ സംഘടിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഇവരിപ്പോൾ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കയ്പമംഗലം കൂരിക്കുഴിയിൽ യുവാക്കളെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിലായി. ചന്ദ്രാപിന്നി ചാമക്കാല സ്വദേശികളായ മതിലകത്ത് വീട്ടിൽ നജീബ്, പള്ളിപ്പറമ്പിൽ വീട്ടിൽ റിഫാത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. 18 മുഴി സ്വദേശി പുതിയ വീട്ടിൽ ബിലാൽ, ബന്ധുവായ സുൻസാം എന്നിവരെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ വെള്ളിയാഴ്ച യെല്ലോ അലർട്ടാണ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. തിരുവില്ലാമല മലവട്ടത്ത് കനത്ത മഴയിൽ വീട് തകർന്നു. ചേലക്കാട്ടുകുന്നിൽ വേലായുധന്റെ വീടാണ് തകർന്നു വീണത്. ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയതിനാൽ വീട്ടുകാർ രക്ഷപ്പെട്ടു. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനിടയിൽ വീടിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി തകർന്നു വീണു. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട ലിയോഷിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലൂരിലെ വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആദം ഖാൻ, സബ് ഇൻസ്പെക്ടർ വൈഷ്ണവ് രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സൈബർ തട്ടിപ്പിലൂടെ ക്ഷീരകർഷകനിൽ നിന്ന് 2,70,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ കണ്ണൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു. കണ്ണൂർ മാട്ടൂൽ സ്വദേശി ഒണ്ടേൻ വളപ്പിൽ മുഹമ്മദ് റിയാസാണ് അറസ്റ്റിലായത്. ചാലക്കുടി കോട്ടാറ്റ് സ്വദേശിയായ ക്ഷീരകർഷകനാണ് തട്ടിപ്പിനിരയായത്. ചാലക്കുടി SHO MK സജീവ്, SIമാരായ ഋഷിപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഒരുമനയൂരിൽ യുവാവിനെ സംഘം ചേർന്ന് കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ പിടിയിൽ. ചാവക്കാട് മണത്തല സ്വദേശി താഴത്ത് വീട്ടിൽ അർഷാദിനെയാണ് പോലീസ് പിടികൂടിയത്. ചാവക്കാട് SHO PV വിമലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മലപ്പുറത്ത് നിന്നും പ്രതിയെ പിടികൂടിയത്. കേസിൽ 4 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്. ഒരുമനയൂർ തങ്ങൾപ്പടി സ്വദേശി പൊന്നിയത്ത് വീട്ടിൽ ഫദലുവിനെയാണ് പ്രതികൾ കുത്തി പരിക്കേൽപ്പിച്ചത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതി ഓഗസ്റ്റ് 30-ൽ നിന്ന് സെപ്റ്റംബർ 2-ലേക്ക് നീട്ടി. വോട്ടർ പട്ടിക സംബന്ധിച്ച എല്ലാ ഹിയറിംഗുകളും വെള്ളിയാഴ്ച പൂർത്തിയാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. ഇനി വാണിജ്യം. വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിന്റെ 25ാമത് ഷോറൂം ചാലക്കുടി പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ പ്രവർത്തനമാരംഭിച്ചു. വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിന്റെ 25ാമത് ഷോറൂമിന്റെ ഉദ്ഘാടനം നന്ദന K. ആനന്ദൻ നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ KV ആനന്ദൻ, മാനേജിംഗ് പാർട്ണർ KV അജിതൻ, എക്സിക്യൂട്ടീവ് പാർട്ണർ KV ശ്രീരാഗ്, ജനറൽ മാനേജർ P. സുനിൽകുമാർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ രാജേഷ് മാത്യു, ചാലക്കുടി ഷോറൂം മാനേജർമാരായ മനു എബ്രഹാം, PS വാസുദേവ് എന്നിവർ പങ്കെടുത്തു. ഡിജിറ്റൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിൽപ്പന സേവന രംഗത്ത് 36 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമാണ് വേണൂസിനുള്ളത്. വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കമ്പനികളുടെ സ്പെഷ്യൽ ഓഫറുകൾക്ക് പുറമെ വേണൂസിന്റെ ഓണം ഓഫറുകളും സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും നേടാം.
സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ 1500-ൽ പരം ഉറപ്പായ സമ്മാനങ്ങളും പലിശരഹിത വായ്പാ സൗകര്യവും ക്യാഷ് ബാക്ക് ഓഫറുകളും എക്സ്ചേഞ്ച് ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ലോകോത്തര ബ്രാൻഡുകളുടെ ഉന്നത നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളുടെ മനസ്സിനിണങ്ങിയ വിലയിൽ വേണൂസിൽ നിന്നും സ്വന്തമാക്കാം. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9405 രൂപ, പവന് 75,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE ഈ നാടിന്റെ ധൈര്യം. വടകരയിൽ ഷാഫി പറമ്പിൽ MPയെ വഴി തടഞ്ഞതിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. നായ്ക്കനാൽ ജംഗ്ഷനിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വിവാദങ്ങൾക്കൊടുവിൽ കടവല്ലൂർ കല്ലുംപുറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിൽ ഓണാഘോഷം വിപുലമായി നടത്തി. പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസിന്റെയും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരുടെയും കാവലിലാണ് ഓണാഘോഷം നടന്നത്. സീറോ മലബാർ സഭയിൽ 4 പുതിയ അതിരൂപതകൾ കൂടി നിലവിൽ വന്നു. കല്യാൺ രൂപത ആർച്ച് ബിഷപ്പായി മാർ സെബാസ്റ്റ്യൻ വാണിയം പുരയ്ക്കലിനെ നിയമിച്ചു. തൊട്ടതെല്ലാം പൊന്നാക്കിയ പ്രസ്ഥാനമാണ് കുടുംബശ്രീയെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV രാജേഷ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ തലവര മാറ്റിവരയ്ക്കാൻ കഴിയുമെന്ന് കൂട്ടായ്മയിലൂടെ തെളിയിച്ച പ്രസ്ഥാനമാണ് കുടുംബശ്രീയെന്നും മന്ത്രി. പഴയന്നൂർ കോടത്തൂരിൽ സിഡ്കോ ഇൻഡസ്ട്രിയൽ വ്യവസായ പാർക്കിലെ എക്സൽ എർത്തിങ്സ് കമ്പനിയിൽ വൻ അഗ്നിബാധ. 3 മാസം മുമ്പ് കോടികൾ മുടക്കി നവീകരിച്ച യൂണിറ്റിലാണ് തീപിടുത്തമുണ്ടായത്. കാർഷിക സമൃദ്ധി വിളിച്ചോതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലന്നിറ ആഘോഷിച്ചു. പൂജിച്ച നെൽക്കതിരുകൾ ഏറ്റുവാങ്ങാൻ ആയിരങ്ങളെത്തി. ഭക്തജന തിരക്കിലമർന്ന ഗുരുവായൂർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.